നമസ്കാരം. വളരെ സങ്കടകരമായ വാർത്തയാണ് ഇന്ന് കേൾക്കാനിടയായത്. 7 പേരാണ് ഒരു തീപിടുത്തത്തിൽ വെന്ത് മരിച്ചത്. NDTV ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് റിപ്പോർട്ട് ചെയ്ത പ്രകാരം സംഭവം നടക്കുന്നത് പുലർച്ചെ 4 മണിക്കാണ്. മധ്യപ്രദേശിലെ ഇൻഡോർ എന്ന് പറയുന്ന സ്ഥലത്തെ തിലക് നഗർ പോലീസ് സ്റ്റേഷൻ ഏരിയയിലെ 3 നിലയുള്ള ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗിലാണ് തീപിടുത്തമുണ്ടായിരിക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ട് പ്രകാരവും സംഭവം നേരിട്ട് കണ്ടവരും പറഞ്ഞത് പ്രകാരം തലേ ദിവസം രാത്രി മുഴുവനും ചാർജ് ചെയ്യാനായി ഒരു കാർ ചാർജിംഗ് പോയിന്റിൽ പ്ലഗ് ഇൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് കാരണം ചാർജിംഗ് പോയിന്റിൽ പൊട്ടിത്തെറി ഉണ്ടാവുകയും അതേ തുടർന്ന് കാറിന് തീ പിടിക്കുകയും ഈ തീ പടർന്ന് റെസിഡൻഷ്യൽ ബിൽഡിംഗിന്റെ താഴത്തെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന 12ഓളം LPG സിലിണ്ടറിന്റെ ഭാഗത്തേക്ക് എത്തുകയും തുടർന്ന് വളരെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാവുകയുമാണ് ചെയ്തത്. ചുരുങ്ങിയത് 4ഓളം LPG സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചിട്ടുണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ പൊട്ടിത്തെറി ഉണ്ടായത് താഴത്തെ മുറിയിലായതുകൊണ്ട് തന്നെ അവിടെ താമസിച്ചിരുന്നവർക്ക് പുറത്തിറങ്ങി രക്ഷപ്പെടാൻ മറ്റു വഴികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബന്ധുക്കൾ വിരുന്നിന് താമസിക്കാൻ വന്ന സമയത്താണ് പുഗലിയ കുടുംബത്തിന് ഈ ഒരു അപകടമുണ്ടായിരിക്കുന്നത്. ഒരുപാട് പേര് രാത്രി അവിടെ താമസിച്ചിരുന്നു. 7 പേരുടെ മരണമാണ് ഉറപ്പുവരുത്തിയത്. 3 പേർക്ക് പൊള്ളലേറ്റിട്ടുമുണ്ട്. അവരിപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇൻഡോർ പോലീസ് കമ്മീഷണർ പറയുന്നത്, ചാർജിംഗ് പോയിന്റിൽ നിന്നും ഷോർട്ട് സർക്യൂട്ട് കാരണം കാറിലേക്ക് തീ പടർന്നതാണെങ്കിലും LPG സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചതാണ് പ്രശ്നം ഇത്രയും ഭയാനകമാകാൻ കാരണമെന്നാണ്. അതേപോലെ തന്നെ പ്രശ്നം ഇത്രയും വഷളാവാൻ മറ്റൊരു കാരണം കൂടി റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഈ ബിൽഡിംഗിൽ ഇലക്ട്രോണിക് ഡോർ ലോക്കായിരുന്നു ഇൻസ്റ്റാൾ ചെയ്തിരുന്നത്. പൊട്ടിത്തെറി ഉണ്ടായി തീ പിടിച്ച സമയത്ത് കരണ്ട് പോവുകയും ഡോറിന്റെ ഇലക്ട്രോണിക് ലോക്കുകൾ വർക്ക് ചെയ്യാതിരുന്നതോടുകൂടി പുറത്തിറങ്ങാൻ സാധിക്കാതെ എല്ലാവരും അകത്ത് കുടുങ്ങി പോവുകയായിരുന്നു. സംഭവം നടന്ന ഉടനെ തന്നെ ലോക്കൽ സപ്പോർട്ട് ഇവർക്ക് ഒരുപാട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഓടിക്കൂടിയവർ ഡോറ് പൊളിച്ച് അകത്ത് കിടക്കുമ്പോഴേക്കും സമയം ഒരുപാട് വൈകിയിട്ടുണ്ടായിരുന്നെങ്കിലും ബാക്കിയുള്ളവരെ രക്ഷിക്കാൻ അവർക്ക് സാധിച്ചു. പിന്നീട് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ പരിശ്രമിച്ച ശേഷമാണ് ആളിപ്പടർന്ന തീ അവർക്ക് നിയന്ത്രിക്കാൻ സാധിച്ചത്. റെസിഡൻഷ്യൽ ഏരിയകളിൽ EV ചാർജിംഗ് സെറ്റപ്പ് കൊണ്ടുവരുന്നതിൽ എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ള കാര്യത്തിൽ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന ചോദ്യങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയും കൂടുതൽ LPG സിലിണ്ടറുകൾ ഒരു വീടിന്റെ ഉള്ളിൽ സ്റ്റോക്ക് ചെയ്തത് എന്തിനാണെന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇനി ഞാൻ എനിക്ക് പറയാനുള്ള 1-2 കാര്യങ്ങൾ പറയാം. റിപ്പോർട്ടുകളിലൊന്നും ഏത് കമ്പനിയുടെ കാറിനാണ് തീ പിടിച്ചതെന്ന് പറയുന്നില്ല. തീ പിടിച്ചത് ഷോർട്ട് സർക്യൂട്ട് കാരണം ചാർജിംഗ് പോയിന്റിനാണെങ്കിൽ പിന്നെ ഏത് കാറാണെന്ന് പറയുന്ന കാര്യത്തിൽ മീഡിയ എന്തിനാണ് പേടിക്കുന്നത്, അല്ലേ? ഇനി ഈ ചാർജിംഗ് പോയിന്റ് ഏതെങ്കിലും പ്രൈവറ്റ് കമ്പനിയുടെ ചാർജിംഗ് സ്റ്റേഷൻ ഈ ബിൽഡിംഗിന്റെ താഴെ സ്ഥാപിച്ചതാണോ, അതോ ഈ റെസിഡൻഷ്യൽ ബിൽഡിംഗിൽ താമസിക്കുന്നവർക്ക് മാത്രമായിട്ട് അവരുടെ പേഴ്സണൽ ചാർജിംഗ് പോയിന്റ് ആണോ? അതും റിപ്പോർട്ടുകളിൽ എവിടെയും പറയുന്നതായിട്ട് കണ്ടില്ല. ഒരുപക്ഷെ ഞാൻ ശ്രദ്ധിക്കാതെ പോയതാണോ എന്നും അറിയില്ല കേട്ടോ. വീഡിയോ ഞാൻ പലതവണ കണ്ടു നോക്കി. പക്ഷെ പ്രൈവറ്റ് ചാർജിംഗ് സ്റ്റേഷൻ ആണോ അതോ പേഴ്സണൽ ചാർജിംഗ് പോയിന്റ് ആണോ എന്ന വ്യക്തത എനിക്ക് ലഭിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് വീഡിയോയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ദയവേത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്തായാലും കാറിന്റെ കാര്യത്തിൽ മാത്രം ഒരു വ്യക്തതയുണ്ട്. അത് നിങ്ങൾക്കും കണ്ടാൽ മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. തമ്പനിയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് ടാറ്റ പഞ്ച് EV ആണ്. എന്തായാലും ഈ ഒരു സംഭവത്തെക്കുറിച്ച് വ്യക്തമായി അന്വേഷണം നടത്തി തെറ്റ് പറ്റിയത് എവിടെയാണെന്ന് മനസ്സിലാക്കി ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.